ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ നീ പൊക്കോ, പക്ഷേ ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. വന്ന ഇന്നുണ്ടായതുപോലെ അപമാനമായിരിക്കും ഫലം. നമ്മുടെ മക്കളുടെ വിവാഹം നടക്കണം. ഋതിക മോള് ഇവിടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി? ആ, ഋതിക കൃത്യസമയത്ത് തന്നെയാണല്ലോ വന്നത്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? രാധമ്മേ, ഋതികയോട് ഇരിക്കാൻ പറ. മോള് വാ. വാ. ഋതികെ, എന്റെ അച്ഛനെ യാത്രയൊക്കെ മതിയാക്കി തിരിച്ചു വന്നു. വന്ന പാടെ എന്റെ രാജുവിന്റെ വിവാഹക്കാരി സംസാരിക്കാനായി ഞാൻ അച്ഛനെയും കൂട്ടി ഇങ്ങ് വന്നു. ഹാ, ഒന്നും നീട്ടിക്കൊണ്ടുപോകുന്നത് അത്ര നല്ലതല്ലല്ലോ. അതെ, അതങ്ങനെ തന്നെ. ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കും. ജയ, നീ എന്താ മോളോട് ഇങ്ങനെ സംസാരിക്കുന്നേ? അയ്യോ അമ്മേ, ഞാൻ പരിഹസിച്ച് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് ഋതിക മാഡത്തിന് മനസ്സിലായി കാണും. ആ മോളെ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ അന്വേഷിച്ചറിയുന്നുണ്ടായിരുന്നു. മോൾക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് മോളുടെ അച്ഛൻ മോളെ നിർബന്ധിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടം എന്താണെന്ന് മോളുടെ അച്ഛനോട് മോള് തുറന്നു പറയണം. അല്ലാതെ ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിതത്തിൽ കയറി മോളിങ്ങനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നമ്മൾ എന്തിനാ പിള്ളേ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? പറയാനുള്ളത് ആരോടാണെങ്കിലും എപ്പോഴാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും മുഖത്ത് നോക്കി പറയുന്നതാ എന്റെ ഒരു രീതി. ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞത് വിഷമമായെങ്കിൽ ക്ഷമ പറയാനും എനിക്ക് മടിയൊന്നുമില്ല. ആ മോളെ, ഞാൻ പറഞ്ഞത് മോക്ക് വിഷമമായെങ്കിൽ ഞാൻ മോളോട് ക്ഷമ ചോദിക്കും. ഋതിക മോളെ, മോള് വാ, നമുക്ക് അകത്ത് മുറിയിലിരിക്കാം. വാ. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. വേണ്ട രാധമേ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ എപ്പോഴെങ്കിലും വരാം. അയ്യോ മാഡം, പിണങ്ങിപ്പോണോ? പിണക്കോ? ഒരിക്കലും ഇല്ല. എനിക്ക് നിങ്ങളോട് അങ്ങനെ പിണങ്ങാൻ പറ്റില്ലല്ലോ. മോളെ, വേണ്ട രാധമ്മേ, ആ കുട്ടി പോണെങ്കി പൊയ്ക്കോട്ടെ. നമുക്ക് ഇനിയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം.
ഒന്ന് നിന്നെ. നിനക്ക് നാണം ഉണ്ടോടി വീണ്ടും ഇങ്ങോട്ട് ഇങ്ങനെ കേറി വരാൻ? നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ചേ നീ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ? പിന്നെ എന്തിനാടി എന്തെങ്കിലും ഉണ്ടെങ്കി ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? ദേ ഇനി ഇങ്ങോട്ട് വന്ന എന്താ ഉണ്ടാവുന്നേന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ജയൻ ചേട്ടനും പ്രിയ ചേച്ചിയും ഒക്കെ എന്റെ സൈഡാ. നാളെ രാധമ്മ വേണുങ്ങളും കൂടി എന്റെ സൈഡാവും. എല്ലാം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ നീ പൊക്കോ. പക്ഷേ ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. വന്ന ഇന്നുണ്ടായതുപോലെ അപമാനമായിരിക്കും ഫലം. മോൾക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് മോളുടെ അച്ഛൻ മോളെ നിർബന്ധിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടം എന്താണെന്ന് മോളുടെ അച്ഛനോട് മോള് തുറന്നു പറയണം. അല്ലാതെ ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിതത്തിൽ കയറി മോൾ ഇങ്ങനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഇരിക്കേണ്ട അടുത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കും. ഇപ്പൊ നീ പൊക്കോ. പക്ഷേ ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. വന്ന ഇന്നുണ്ടായതുപോലെ അപമാനമായിരിക്കും ഫലം. റോഹന്റെ കാര്യത്തില് രാധമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ട. എല്ലാ കാര്യങ്ങളും റോഹനോട് തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. ഫോൺ ചെയ്ത് സംസാരിച്ച റോഹൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റും. അതുകൊണ്ട് റോഹൻ ഒരു മെസ്സേജ് അയക്കാം. റോഹൻ, എനിക്ക് റോഹനോട് ഇത് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. റോഹനോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അകലേ നോവിനാലേ